സുധിയുടെ മരണശേഷം സുധി കൊല്ലത്തെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അമ്മയെ കണ്ടതും രേണു കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ രേണു കരയുന്നത് ക്യാമറ ഫോക്കസ് ചെയ്ത്. കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് സുധിക്ക്. 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടി പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണമായും പണമായും സമ്പാദിച്ചു കഴിഞ്ഞു. 30 ദിവസത്തോളം ഹൗസിൽ നിന്ന ശേഷം സ്വമേധയെ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു. ഷോയിൽ ഇനിയും തുടർന്നാൽ ഭർത്താവ് കൊല്ലം സുധിയുടെ മരണത്തോടുണ്ടായ ട്രോമയും ബുദ്ധിമുട്ടുകളും തിരിച്ചു വരുമെന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നും അറിയിച്ചതോടെയാണ് ബിഗ് ബോസ് ഷോ ക്വിറ്റ് ചെയ്യാൻ സമ്മതം നൽകിയത്. പുറത്തു വന്ന ശേഷം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചു രേണുവിന്. ശേഷം ഒരു റെസ്റ്റോറന്റിന്റെ പ്രമോഷനായി 15 ദിവസത്തോളം ദുബായിലായിരുന്നു അവിടെ നിന്നുള്ള വീഡിയോകൾ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. ദുബായിലെ ബാറിൽ ഡാൻസറായി ജോലി ചെയ്യുന്നു എന്ന തരത്തിലായിരുന്നു അന്ന് പ്രചരിച്ചത്. എന്നാൽ സത്യമെന്തെന്ന് കേരളത്തിൽ തിരികെ വന്ന ശേഷം തന്നെ വ്യക്തമാക്കി. ഡയമണ്ട് മോതിരം, റൈബാൻ ഗ്ലാസ് തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളുമായാണ് ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്നത്. രേണുവിന്റെ അടുത്ത ട്രിപ്പ് ബഹ്റിനിലേക്കാണ്. ആ യാത്ര ഒരു റെസ്റ്റോറന്റ് പ്രമോഷനായാണ്. ഇനി 10-15 ദിവസത്തോളം ബഹ്റിനിലായിരിക്കും രേണു. ആ വിദേശയാത്രയ്ക്ക് മുമ്പ് ഏറ്റെടുത്ത ഷൂട്ടുകൾ ഓടി നടന്ന് പൂർത്തിയാക്കുകയാണ്. ഇപ്പോഴിതാ രേണുവിന്റെ ഒരു വീഡിയോയാണ് ചർച്ചയാവുന്നത്. ഭർത്താവ് സുധിയുടെ നാട്ടിൽ ഒരു ഷോ ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു. ആദ്യമായിട്ടാണ് കൊല്ലത്തൊരു പരിപാടിയിൽ അതിഥിയായി വരുന്നത്. പരിപാടിക്ക് ശേഷം സുധിയുടെ കുടുംബ വീട്ടിലേക്ക് പോയി അമ്മയെയും ബന്ധുക്കളെയും സന്ദർശിച്ച് സുധിയുടെ മരണശേഷം ആദ്യമായാണ് കൊല്ലത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ സുധിയുടെ അമ്മയെ കണ്ടതും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടവും വിഷമവും അണപൊട്ടി ഒഴുകി. ഇരുവരും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഒപ്പം സുധിയുടെ ഫോട്ടോയും മറ്റു ഓർമ്മകളുമെല്ലാം ഏറെ നേരം നോക്കിയിരുന്നു. വീഡിയോ വൈറലായതോടെ പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. കുറിച്ചാണ് ചിന്ത. ഇടയ്ക്കിടയ്ക്ക് ഏറെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. വീഡിയോ നല്ലതുപോലെ കിട്ടുന്നുണ്ടോ എന്നറിയാൻ. അഭിനയിച്ചങ്ങ് തകർക്കുകയാണല്ലോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. അതേസമയം ചിലർ രേണുവിനെ അനുകൂലിച്ചും എത്തി. അവരുടെ വിഷമം അവർക്കേ അറിയൂ. സുധിച്ചേട്ടൻ പോയതിനു ശേഷം കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നുവെങ്കിൽ അവർക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. നന്നായി വരൂ നിന്നെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കും. കരയുന്നത് ആ അമ്മയെ കാണുമ്പോൾ മാത്രമാകും. അല്ലാത്തപ്പോൾ അവൾ സ്ട്രോങ് ആണ് എന്നിങ്ങനെയായിരുന്നു അനുകൂലിച്ചുള്ള കമന്റുകൾ.